എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ലഡുവാണ്. ഈ ഒരു ഹെൽത്തി ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഓൺലൈനിൽ നിന്നും വാങ്ങിയിട്ടുള്ളതാണ്. ഇത് 1 കിലോ അളവുള്ളതാണ്. അതുപോലെ നമുക്ക് ആവശ്യമായ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലുണ്ട്. നമ്മൾ ഈ ഹെൽത്തി ലഡുവിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയൊന്നും അല്ല ചേർക്കുന്നത്, പകരത്തിന് ഈത്തപ്പഴമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞു വെക്കണം. അതിനുശേഷം ഒരു പാനിൽ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ച ഇതെല്ലാം നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അരമുറി നാളികേരവും ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് വെക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല മുരുമുരാന്നായി കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഈത്തപ്പഴവും ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരവും കൂടി ചേർത്തൊന്ന് വറുത്തെടുക്കണം. ഒരു സമയത്തൊന്നും നമ്മൾ നെയ്യൊന്നും തന്നെ ചേർക്കാതെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ എല്ലാ ചേരുവകളും നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. ഇനി നെയ്യിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈത്തപ്പഴവും കൂടി ചേർത്തൊന്ന് വഴറ്റിയതിനു ശേഷം പൊടിച്ചെടുത്തിട്ടുള്ള നാളികേരം ചേർക്കാം. നാളികേരവും ഈത്തപ്പഴവും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് പൊടിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. വീണ്ടും ഇതെല്ലാം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈത്തപ്പഴവും നാളികേരവും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് ഒന്ന് കുഴച്ചുകൂടി എടുക്കാം. ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയും കൂടി എടുക്കാം. നല്ല ഷേപ്പായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റിയാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളും ഓക്കെയാണ്. അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ ഈത്തപ്പഴമൊക്കെ ചേർത്തിട്ട് വേണം ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ടും. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അച്ഛനമ്മമാരുടെ ആരോഗ്യവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും കാത്തു സൂക്ഷിക്കാനായിട്ട് ഇതുപോലൊരു പ്രോട്ടീൻ ലഡു എല്ലാവരും തയ്യാറാക്കി കഴിക്കും. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.